നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് കരുതട്ടെ. ഇന്ന് നമുക്ക് വളരെ ഇഷ്ടമായ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത് ഇത് കടച്ചക്ക എന്ന് പറയും, അല്ലെങ്കിൽ ചീമച്ചക്ക എന്ന് പറയും. ചീമച്ചക്ക അല്ലെ കടച്ചക്ക. അതിൻ്റെ സീസണൊന്നും അല്ല, എന്നാലും നമ്മൾ ഈയിടെ യാത്രാമധ്യേ വഴിയിൽ ഇങ്ങനെ വിൽക്കുന്ന കണ്ടുകൊണ്ട് മേടിച്ചതാണ്. ഇത് ഇങ്ങോട്ട് നോക്കാം. ഇത് ഈ ചീമച്ചക്ക അല്ലെ കടച്ചക്ക വറുത്തരച്ച് ഒരു കറി വെക്കുന്നത്. അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇത് കണ്ടല്ലോ, ഇതിന് ഒത്തിരി ചേരുവകളൊന്നും വേണ്ട. ഇതിന് ഒരു നമ്മൾ എടുത്തിരിക്കുന്ന കടച്ചക്ക, ഇതിൻ്റെ ഒരു തേങ്ങ, 2-3 സവാള, കൊച്ചുള്ളി, കുറച്ച് പച്ചമുളക്, പിന്നെ ഇതിന് ഇച്ചിരി വേണ്ടത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അല്പം ഗരം മസാല, അത്രയും ഐറ്റം മാത്രം മതി. ഇതാണ് ഇത് നമ്മൾ പെട്ടെന്ന് നമ്മൾ അരിഞ്ഞ് ഇത് ചെത്തി കറയൊക്കെ ഉള്ള ചെത്തി അരിഞ്ഞ് നമുക്ക് കറി വെക്കാനായിട്ട് തുടങ്ങാം. അതിൻ്റെ നല്ല തൊലിയൊക്കെ നന്നായിട്ട് ചെത്തിയിട്ട് അതിൻ്റെ ഒരു കൂഞ്ഞിയുണ്ട്, നമ്മൾ ചക്കയുടെ കൂഞ്ഞി പോലെ, ആ കൂഞ്ഞി പോലെ അതെടുത്ത് കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ഇടുക. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് തുടങ്ങാം. നല്ല മുമ്പേ കാണിച്ച കടച്ചക്ക അല്ലെങ്കിൽ ചീമച്ചക്ക അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെത്തി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. ഒരു 2 സവാള, 3-4 പച്ചമുളക്, പിന്നെ അടുപ്പത്ത് ഞാനതിൽ അല്പം എണ്ണ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ആദ്യം നമ്മൾ തിളച്ച എണ്ണയ്ക്കകത്തേക്ക് ഒരു തേങ്ങാക്കൊക്കെ ഇടുകയാണ്. ഒരു മുറി തേങ്ങ അത് കൊട്ടുണ്ട്. ഈ തേങ്ങ അരച്ച് ചേർക്കുന്നതുകൊണ്ട് അപ്പോൾ ഇച്ചിരി എണ്ണ വെച്ചിട്ട് ഒരു മുറി തേങ്ങയുടെ കൊട്ട്, ആ തേങ്ങ ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ ആകുന്നത് വരെ അടുപ്പത്ത് കിടക്കട്ടെ. ആ സമയം കൊണ്ട് ഇതിന് വേണ്ട മസാല, അല്പം മഞ്ഞൾപ്പൊടി, അല്പം ഞാൻ മീറ്റ് മസാലയാണ് എടുത്തിരിക്കുന്നത്, ഒരല്പം മീറ്റ് മസാല, ഇത് മല്ലിപ്പൊടി, പീഞ്ഞമുളകിൻ്റെ പൊടി, ഗരം മസാല, വറ്റൽമുളക്, കടുക് വറക്കാനുള്ള വറ്റൽമുളക്, കരിയാപ്പില, ഇത്രയും സാധനമാണ്. വളരെ ഇത് നമുക്ക് എന്നും കിട്ടുന്ന ഒരു സാധനമല്ല. ഈ ചീമച്ചക്ക അതൊരു സീസണബിൾ വെജിറ്റബിളാണ്. അപ്പോൾ എന്നും കിട്ടും. അതിലേക്ക് ഇതുണ്ട് ഈ ഇത് ആ തേങ്ങ ഒരുമാതിരി മൂത്തപ്പോഴത്തേന് അതിൻ്റെ അകത്തേക്ക് ഞാൻ ആ സവോള ചേർന്നൊന്നുമല്ല, സവോളയും പച്ചമുളകും കൂടെ അരിഞ്ഞത് ഒന്ന് ഇട്ട് നമ്മൾ ചെറുതായിട്ട് നമ്മൾ അതിൽ ഞാൻ ചുമ്മാ ഒരല്പം ഇച്ചിരി വെളുത്തുള്ളി കൂടെ ചേർത്തിട്ടുണ്ട്. വെളുത്തുള്ളി അല്പം ഇച്ചിരി വെളുത്തുള്ളി നല്ലതാണ്. ഇത് മസാല ചേർത്തുണ്ടാക്കുന്ന ഏത് വിഭവത്തിനും വെളുത്തുള്ളി ഇഞ്ചി ചേർക്കുന്നത് നല്ലതാണ്. അപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ അല്പം വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് വീട്ടമ്മമാർ, നമ്മുടെ വീടുകളിലെ അമ്മമാരൊക്കെ ഉണ്ടാക്കും. ഞാൻ ഇത് തേങ്ങ, ഒരു മുറി തേങ്ങ നന്നായിട്ട് വറുത്ത് അരച്ചുള്ള കറിയാണ്. വറുത്തരച്ച് അതിൽ തേങ്ങാക്കൊത്ത്, സവോള അല്ലെങ്കിൽ കൊച്ചുള്ളി, ഇത് കണ്ടവാനും മൂക്കാനും നിൽക്കേണ്ട. അതിലേക്ക് ഞാൻ അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും. മഞ്ഞൾപ്പൊടി അളന്ന് വെക്കും. 2 സ്പൂണ് മല്ലിപ്പൊടി, 2 സ്പൂണ്, 1.5 സ്പൂണേ ഉള്ളൂ മീറ്റ് മസാല, ഒരു അല്പം പിരിയമുളകിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കും. ഇത്രയുമായിട്ട് നമ്മൾ ഒന്ന് ഈ മസാല ഇതിൻ്റെ അകത്ത് കിടന്ന് ഒന്ന് ഈ ഉള്ളി, മസാല, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, കരിയാപ്പില, പിന്നെ പച്ചമുളകുണ്ട്, സവോള, ഇതെല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് കിടന്ന് വരട്ടെ. ഈ മസാല നന്നായിട്ട് ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഇളക്കുക. എന്നിട്ട് അതിലേക്ക് ഞാൻ ഈ വെള്ളം, ഒരു ചൂടുവെള്ളം ചേർക്കാൻ പോകാം. പെട്ടെന്ന് വേഗം ചൂടുവെള്ളം ചേർക്കാം. മസാല തിളച്ചു. അതിൻ്റെ അകത്തേക്ക് ഞാൻ ഒരല്പം ഉപ്പും കൂടി ഇട്ട് അതിലേക്ക് ഈ നല്ല അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി കറയൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്ന ഈ ചീമച്ചക്ക അല്ലെങ്കിൽ കടച്ചക്ക എന്ന് പറയുന്ന അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു
ഇതിന് വലിയ വേവൊന്നുമില്ല. ഈ മസാലയ്ക്കകത്ത് കിടക്കുന്ന വേകുമ്പോൾ ഒരിച്ചിരി വേഗം ഇത് കുക്കറിലൊക്കെ അടിച്ചാൽ പെട്ടെന്ന് അങ്ങ് അവിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഈ അടുപ്പത്ത് കിടന്ന് വേകാനായിട്ട് നമ്മൾ അനുവദിക്കും. സീസണല്ലാത്തത് കൊണ്ടാണ് ഈ സമയത്ത് നമുക്ക് ഇത് ഇപ്പോൾ സീസണല്ല. അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പം ഇപ്പം പൊതുവെ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടം പോലെ ഈ സീസണിൽ ഉള്ളതാണെങ്കിൽ നമ്മൾ ഇതൊന്ന് ഇളക്കിയിട്ട് ഈ പാത്രം അല്പം ചെറുതായതുകൊണ്ടാണ് ഇപ്പോൾ ഏകദേശം കഷ്ണം നിറഞ്ഞ് കിടക്കുകയാണ്. അപ്പം ഈ പാത്രത്തിൽ നമുക്കിത് വേകാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അരമുറി തേങ്ങ നമ്മൾ ഇറച്ചിക്കൊക്കെ ബീഫിനൊക്കെ കൊത്തുന്നതുപോലെ അരിഞ്ഞ തേങ്ങ ഇട്ട് ഒരുമാതിരി ബ്രൗൺ ആകുമ്പോഴത്തേന് അതിൻ്റെ അകത്തേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ എന്തെങ്കിലും മല്ലിപ്പൊടി ഇത്ര ഐറ്റം ഇട്ട് അല്പം ഉപ്പ് പൊടിയും കൂടി ഇട്ട് നമ്മൾ ഇത് ആ മസാലയൊന്ന് ഒരു ഗ്രേവി പോലെ ആക്കിയിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് ഇട്ട് ആ വെള്ളം തിളയ്ക്കുമ്പോഴത്തേന് നമുക്ക് ഈ അടുപ്പത്ത് കഴുകി വെച്ചിരിക്കുന്ന ഇത് കടച്ചക്ക അത് നമ്മൾ ഇനി നമ്മൾ ഇത് അടച്ച് വെച്ച് വേവിക്കാൻ പോവാണ്. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് നമുക്ക് നോക്കാം. അപ്പം ഇത് വേകുന്ന സമയം കൊണ്ട് ഞാൻ ആ തേങ്ങ ഒന്ന് വറുത്ത് മറ്റൊരടുപ്പിൽ തേങ്ങ നമ്മൾ തീയലിലൊക്കെ അരയ്ക്കുന്നത് പോലെ നമ്മളൊന്ന് വറുത്ത് തിരുമിയ തേങ്ങ ഒരു മുറി തേങ്ങ നന്നായിട്ട് വറുത്ത് നല്ല ചുവപ്പ് കളറാകുമ്പോൾ വറുത്ത് അവസാനം ഇത് ചേർത്ത് ഫിനിഷ് ചെയ്യാനാണ്. അപ്പോൾ അതിന് ആ പ്രക്രിയ നടത്തട്ടെ. അന്നേരപ്പോഴത്തേന് നമുക്ക് കഷ്ണം തരും. നമ്മൾ ഇതൊന്ന് നോക്കുകയായിരുന്നു. അടിയിൽ ഇങ്ങനെ പിടിച്ചിട്ടില്ല, അടിയിലൊന്നും പിടിച്ചിട്ടില്ല. നല്ല സൂപ്പറായിട്ട് ഇത് വേകാൻ പകുതി വേവായിട്ടുണ്ട്. ഒരു 5 മിനിറ്റായി. ഇനി നമുക്ക് കുറച്ച് സമയം കൂടെ ഇതൊന്ന് അടുപ്പത്ത് കിടക്കട്ടെ. ഇനി നമുക്ക് അടച്ച് വെക്കാൻ പോകും. വേണ്ട അരച്ച് വെച്ചിരിക്കുന്ന നല്ല ചുവപ്പ് കളറിൽ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ, വറുത്ത തേങ്ങയും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ഇടും. ഇനി നമുക്ക് ഒന്ന് ഇളക്കി ഊരിക്കും. ഇനി നമുക്ക് വലിയ താമസമില്ല, മിക്സായ മാത്രം മതി. ഇപ്പം കണ്ട നമ്മൾ വലിയ കുറുക്കമില്ലാതെ കണ്ടമാനം ഒഴിച്ച് കറിയാണെങ്കിലും നമ്മൾ ഇത് കണ്ടമാനം അങ്ങോട്ട് വെള്ളം നമ്മളാക്കുന്നില്ല. പുളിശ്ശേരി പോലെ ചേർത്ത ആ വെള്ളം ആ പാത്രത്തിൽ ഒരല്പം വെള്ളം കൂടെ ചേർത്ത് നമുക്ക് അപ്പോൾ ഇതിൽ അവസാനമായിട്ട് ഞാൻ കഷ്ണം വെന്ത് കഴിഞ്ഞ് അത് ചേർത്തിരിക്കുന്ന ആ തേങ്ങ അരപ്പിൻ്റെ കൂട്ട്, വറുത്തരച്ച തേങ്ങ അരപ്പിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ഗരം മസാലയും ചേർത്ത് കുരുമുളകും കൂടി ചേർത്ത്. അപ്പോൾ നമ്മുടെ കറി ഏകദേശം പാകമായിട്ടുണ്ട്. ഇനി ഇതിന് അവസാനം ഒരു വറവും കൂടി ഇട്ടാൽ നമ്മുടെ നല്ല അടിപൊളി നല്ല സൂപ്പർ സാധനമാണ്. നല്ല രുചിയുള്ള നമ്മൾ വീട്ടമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന ഒരു വളരെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ അടുപ്പ് സ്റ്റൗവ് ചെറുതാക്കിയിട്ട് ഇനി കടുക് വറുക്കാനായിട്ട് നമ്മൾ ഇതിൻ്റെ അവസാനമായിട്ട് ഇതിൻ്റെ അകത്ത് കടുക് വറുക്കാനായിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു കടായി വെച്ചു. അതിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ തിളച്ച് വരുമ്പോഴത്തേന് നമ്മൾ ഇത് കടുക് എന്നിട്ട് പച്ചമുളക് കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ടു. അതിൻ്റെ കൂട്ടത്തിൽ അത് മൂത്ത് വരുമ്പോഴത്തേന് ഇത് കരിയാപ്പിലേക്ക് അത് നിർത്തുമ്പോഴത്തേന് ഓഫാക്കാണ്. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഞാനത് പെരുജീരകം ചുമ്മാ ഒരു മസാലക്കറി ആയതുകൊണ്ട് അതിനകത്ത് പിന്നെ രണ്ട് പെരുജീരകം കൂടെ ഇട്ടിട്ട് അത് പൊട്ടി വെക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഈ നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന ആ കടച്ചക്ക കറിക്കകത്തേക്ക് വളരെ സ്വാദിഷ്ടമായ വളരെ രുചികരമായ ഒരു ഒഴിച്ചു കറിയാണ് നമ്മൾ ഈ
ഇതുപോലെ ഈ സമയത്ത് നമുക്ക് ഇത് കിട്ടാൻ കുറവാണ്, വളരെ ഇപ്പോൾ ആയില്ല, അതിൻ്റെ സീസണ് ആയിട്ടില്ല. എങ്കിലും നിങ്ങൾക്ക് ഈ കടച്ചക്ക ഇതേ മെതേഡിൽ ഇത് ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് വറുത്തരച്ച് കറി വെക്കുന്ന ആ ഒരു മെതേഡാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ഈ കറി വെക്കാവുന്നതാണ്. വളരെ സ്വാദിഷ്ടമാണ്, നമുക്കെന്നും ഇത് കിട്ടുന്നതല്ല. അപ്പം നമുക്ക് ഈ മറ്റൊരു എല്ലാം വിശദമായിട്ട് നിങ്ങളെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഇത് ഈ നമ്മുടെ ഈ നല്ല അപ്പം നമ്മൾ അത് നമ്മുടെ നല്ല കടച്ചക്ക കറി സൂപ്പറായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഈ വിഭവം ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഞങ്ങളുടെ ഈ ചാനൽ എല്ലാവരും കാണാത്ത ആളുകൾ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ വിവിധ ആളുകൾക്ക് ഷെയർ ചെയ്ത് ഇത് ഞങ്ങളുടെ കുടുംബത്തിൽ അംഗമായിട്ട് ആകാൻ ഞങ്ങൾ ക്ഷണിച്ചുകൊണ്ട് നിർത്തട്ടെ. മറ്റൊരു വിഭവമായിട്ട് കാണുന്നവരെ ബായ്.